നിങ്ങളിങ്ങനെ വാദിക്കുമ്പോൾ ഷിർക്കല്ല വസീലത്തു ഷിർക്കാണ് എന്ന് വാദിക്കുമ്പോൾ നിങ്ങൾക്കതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ പണ്ഡിതന്മാർ. ഇത് ഏത് വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനോട് നിങ്ങൾ വർത്തമാനം പറയുമ്പോഴും ഈ പോയിന്റിൽ ഊന്നി നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കണം. അല്ലാഹുവല്ലാതെ മറ്റൊരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കേരളത്തിൽ അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വിസ്ഡം പ്രവർത്തനം നിങ്ങൾക്കറിയോ? വലിയ ചോദ്യമായിട്ട് ഇങ്ങനെ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ട് ചോദിക്കുന്ന വലിയ ചോദ്യമാണ്. ഇതൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഹൽക്കയായിട്ടിരുന്ന് പള്ളിയിലിരുന്ന് യാ ജിന്ന് യാ ജിന്ന് എന്ന് പറഞ്ഞ് ദ്വയർക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ വാദിക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് എന്താണ്? ജിന്നിനോടുള്ള സഹായതേട്ടങ്ങളിൽ ഷിർക്കല്ലാത്തതുമുണ്ട്, വസീലത്ത് ഷിർക്കാകുന്നതുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ആ വാദത്തെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ വാദിക്കുമ്പോൾ അതിൻ്റെ തെളിവെന്താണ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ സംസാരം ഞാൻ തുടങ്ങിയത് മുജാഹിദുകൾക്ക് ഒരു രീതിയുണ്ട്. എന്ത് കണ്ടാലും അതിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിക്കും, അതിൻ്റെ പ്രമാണം എന്താണ് എന്ന് ചോദിക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കും. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പഠിപ്പിച്ചു ഇത് നിങ്ങളോട്? ഇത് ഏത് പ്രമാണം വെച്ചിട്ടാണ് നിങ്ങൾ ഈ വിശ്വാസവും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കും കേരളത്തിലെ മുജാഹിദുകള്. ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചെന്നപ്പോ ആയത്തോതൽ നിർബന്ധിതമായ ഒരു സാഹചര്യം വന്നപ്പോ ഒരായത്തോതി ഷിർക്കാകുന്നതും വസീലത്ത് ഷിർക്കാകുന്നതും ഉണ്ട് എന്ന് പറയാൻ, ഷിർക്കല്ലാത്ത സഹായതേട്ടം ജിന്നിനോടുണ്ട് എന്ന് പറയാൻ കേരളത്തിൽ ഇന്നേ വരെ ജിന്നു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓതിയിട്ടുള്ളത്, വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓതിയിട്ടുള്ളത് ഒറ്റ ആയത്താണ് ഓതിയത്. അത് ഒറ്റത്തവണയാണ് ഓതിയത്, ഒറ്റ ആളാണ് അത് ഓതിയത്. അയാൾ പിന്നെ അത് ആവർത്തിക്കുന്നില്ല. ആ കക്ഷിയിൽപ്പെട്ട വേറെ ആരും ആയത്തോതുന്നില്ല. പറപ്പൂര് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ വലിയ പണ്ഡിതനാണ്, പരിശുദ്ധ ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ്. ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ല, വസീലത്ത് ഷിർക്കയാകുള്ളൂ. സൂറത്ത് അന്നാമിൽ ആയത്തുണ്ട്. എന്തേ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ അത് പറയാത്തത്? എന്തുകൊണ്ടാണ്? ഹുസൈൻ സലഫി, ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു പണ്ഡിതൻ ഹുസൈൻ സലഫി. ഞാൻ ചോദിക്കാൻ വിനീതമായൊരു ചോദ്യം. കേരളത്തിലെ ഏത് വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന, ഗൾഫിലെ ഏത് വിഷയങ്ങളിലും പ്രഭാഷണങ്ങൾ സമയാസമയങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന ഹുസൈൻ സലഫി എന്തുകൊണ്ടാണ് പറയാത്തത്? സൂറത്ത് അൻആമിലെ ഈ ആയത്തുദ്ധരിച്ചിട്ട് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ഷിർക്കയാകുള്ളൂ എന്നെന്തേ അദ്ദേഹം പറയാത്തത്? പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അതെന്തുകൊണ്ടാണ് പറയാത്തത്? വിസ്ഡം കക്ഷിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളും അത് പറയാത്തത് എന്തുകൊണ്ടാണ്? ചങ്കൂറ്റല്ലാത്തത് കൊണ്ടാണ്. അത് പ്രമാണമല്ല, അത് തെളിവല്ല എന്ന് നിങ്ങൾക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കക്ഷിത്വത്തിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ ആളുകളെ കുഞ്ഞാടുകളെ പോലെ കൂടെ കൂട്ടി കൊണ്ടു നടക്കുകയാണ്. ഓതിയ ആയത്ത് രണ്ടാമതൊരിക്കൽ ഓതാൻ ധൈര്യമില്ലാത്ത, ചങ്കൂറ്റമില്ലാത്ത കുറെ ആളുകൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് മുജാഹിദ് പാരമ്പര്യം ഉണ്ടാവുക? നമ്മള് കൊട്ടപ്പുറത്ത് ഞങ്ങൾ ആയത്തോതി, പിന്നെ കേരളത്തിൽ എവിടെ സമസ്തക്കാർ ചോദിച്ചാലും അന്ന് ഞങ്ങൾ കൊട്ടപ്പുറത്ത് ഓതിയിട്ടുണ്ട്, അന്ന് AP അവിടെ ആയത്തോതിയിട്ടുണ്ട്. അന്ന് AP ഓതിയത് ആയത്തിന് ഞങ്ങൾ ആരും ഓതൂല. ആ നിലപാടാണോ? തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഏത് നട്ടപ്പാതിരക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അവൻ എഴുന്നേറ്റ് നിന്ന് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതും. വിസ്ഡം എന്ന് പറയുന്ന കക്ഷി രൂപപ്പെട്ടതും അത് നിലവിൽ വന്നതും അത് വാദിച്ചതും അത് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതും നമ്മുടെ പള്ളികളിലൊക്കെ കയറിക്കൂടിയതും നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതും നമ്മുടെ പ്രവർത്തകന്മാരെ കക്ഷിത്വത്തിലേക്ക് കൊണ്ടുപോയതും എല്ലാം ഈ വാദം വെച്ചുകൊണ്ടാണ്. ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ലാത്തതുമുണ്ട്, വസീലത്തെ ഷിർക്കായതുമുണ്ട്. നിങ്ങൾ അങ്ങനെ വാദിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൽ ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ തെളിവ് എവിടെ അങ്ങനെ പറയാൻ? അതിനാണ് ഏറെ കെട്ടിപ്പണഞ്ഞ് അവസാനം ഒരു ആയത്തുമായി കടന്നു വന്നത്. ആ ആയത്ത് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഒരിക്കലേ ഓതിയുള്ളൂ. തങ്ങളുടെ വാദത്തിന് ഒരു കക്ഷി
നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കക്ഷി, ആ കക്ഷി നിലനിൽക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ആശ്രയിക്കുന്ന ഒറ്റ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അത് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം ഓതുക. ഒരായത്ത് ഒരാൾ മാത്രം ഓതുക. അത് ഒന്ന് പറയാൻ, ഓതാൻ, അതിന്റെ തഫ്സീർ പറയാൻ. ഇത് പ്രമാണമാണ്. ഞങ്ങളുടെ കക്ഷിയുടെ, ഞങ്ങളുടെ സംഘടനയുടെ, ഞങ്ങളുടെ വിഭാഗത്തിന്റെ ഈ വാദത്തിനുള്ള തെളിവ് ഈ ആയത്താണ് എന്ന ആണത്വത്തോടുകൂടെ പറയാൻ ഒരു കുട്ടി പോലുമില്ലാതെ ഒരു കക്ഷി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക. മുജാഹിദുകളുടെ മുമ്പിൽ പ്രമാണമല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. മുജാഹിദുകൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും. മുജാഹിദുകൾ ഈ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകും. ജിന്നിനോടുള്ള സഹായതേട്ടം, ശിർക്കല്ലാത്തത്, വസീലത്ത് ശിർക്കാകുന്നത് ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പ്രമാണമുണ്ടോ? ആ പ്രമാണം ഏതാണ്? ആയത്തേതാണ്? അത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ അത് പറയാനുള്ള ധൈര്യവും ആദർശപരമായ തന്റെ ഇടവും ആർജവവും, സ്വന്തം വിശ്വാസത്തെ, സ്വന്തം ആശയത്തെ, സ്വന്തം ആദർശത്തെ കൃത്യമായി ജനങ്ങളോട് പറയാനുള്ള ഒരു ആണത്വവും നിങ്ങൾ പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താനും സൂചിപ്പിക്കാനുമുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തൻ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ സന്ദേശങ്ങൾ അറിയാൻ, അത് പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, യഥാർത്ഥ വിശ്വാസികളായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതത്തിൽ ഒരുപാട് അധ്വാനങ്ങൾ നിർവഹിച്ച അനേകം ആളുകൾ, നമ്മുടെ സഹപ്രവർത്തകന്മാർ, മരണപ്പെട്ടു പോയവർ, അള്ളാഹു ദീനിന്റെ രംഗത്ത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന രംഗത്ത് സംഭാവനകൾ അർപ്പിച്ച നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, അവർക്കെല്ലാം അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.